അതായത് ഈ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരാളെപ്പോലും മാറ്റി നിർത്തുന്ന സർക്കാരല്ല, ആരോടും വിവേചനം കാട്ടുന്ന സർക്കാരല്ല, എല്ലാവരെയും ഒരുപോലെ കാണുന്ന സർക്കാരാണ്. ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള ഏറ്റവും വലിയ വിമർശനം ഈ വർഗീയ ധ്രുവീകരണവും അത്തരത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു എന്നതൊക്കെ ഉള്ളതാണ്. ഭാരത് ജോഡോ യാത്രയിലും അത് രാഹുൽ ഗാന്ധി ഊന്നി ഊന്നി പറയുകയായിരുന്നു, ഇത് രാജ്യത്തെ ഒരുമിപ്പിക്കാനുള്ള ഒരു യാത്രയാണ് എന്ന്. എങ്ങനെയാണ് ഈ വിവേചനം ഇല്ല എന്ന പോയിന്റ് അതിലേക്ക് ആ ഭാഗം പറഞ്ഞപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഊന്നി പറയാൻ ശ്രമിച്ചത് രാഷ്ട്രപതി? ഫിറോസ്, നമുക്കറിയാം മോദി സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപിത മുദ്രാവാക്യമാണ് സബ്കാ സാത്ത് സബ്കാ വികാസ്. അതായത് എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടല്ല, എല്ലാ രാജ്യത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള, അതായത് ഗോത്രവർഗ മേഖലയിൽ ഉൾപ്പെടെയുള്ള ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വികസനമാണ് തൻ്റെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് 2014 അധികാരത്തിലെത്തിയത് മുതൽ നരേന്ദ്രമോദി ആവർത്തിച്ച് കാണുന്ന ഒരു കാര്യമാണ്. ഈ ഒരു നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു നയപ്രഖ്യാപനമായിരുന്നു ഇന്ന് രാഷ്ട്രപതി നടത്തിയത്. അതിനൊരു പ്രധാനപ്പെട്ട പോയിന്റായി ഈ നയപ്രഖ്യാപനത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് 100 പിന്നോക്ക ജില്ലകളെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ഗോത്രവർഗ മേഖലയിലെ ആളുകൾക്ക് അംഗീകാരവും ആദരവും നൽകാൻ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് സാധിച്ചു എന്ന തരത്തിലൊക്കെയുള്ള ചില പ്രഖ്യാപനങ്ങൾ, ചില ഭരണ നേട്ടങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രധാനമായും ഇത്തരത്തിലുള്ള ചില ഭരണ നേട്ടങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തൻ്റെ സർക്കാർ എല്ലാവർക്കും ഒപ്പം നിൽക്കുന്ന ഒരു സർക്കാരാണെന്നും, ഏതെങ്കിലും ഒരു ഒരു ന്യൂനപക്ഷ പ്രീണനം എന്നുള്ള ഒരു ആരോപണം BJP എല്ലാ കാലത്തും കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്. എന്നാൽ തൻ്റെ സർക്കാർ അങ്ങനെയല്ല, എല്ലാ കാലത്തും കർഷകർക്കൊപ്പം ചെറുകിട കർഷകർക്ക് 2.25 ലക്ഷം കോടി രൂപ നീക്കിവെച്ചു എന്നതടക്കമുള്ള ഭരണ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എല്ലാവർക്കും ഒപ്പം സർക്കാരുണ്ട്, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനൊപ്പം മാത്രമല്ല എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിലൂടെ കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. ഫിറോസ്, അതുപോലെ ഈ ആദിവാസി മേഖലകളിലൊക്കെ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ അവരെയൊക്കെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനൊക്കെ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അതിനുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ. പ്രത്യേകിച്ചും അത് ദ്രൗപദി മുർമു പറയുമ്പോൾ അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടുതലാണ്. ആ മേഖലയിലേക്ക് എത്രത്തോളം ശ്രദ്ധിച്ചു ഈ നയപ്രഖ്യാപന പ്രസംഗം? നയപ്രഖ്യാപനം പ്രധാനമായും ഈ 100 ജില്ലകളെ പിന്നോക്കം നിന്ന 100 ജില്ലകളെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നയപ്രഖ്യാപനത്തിൻ്റെ ഭാഗത്ത് രാഷ്ട്രപതി എടുത്തു പറഞ്ഞത്. ഒപ്പം തന്നെ ഈ പിന്നാക്കം നിന്ന ജനവിഭാഗങ്ങൾക്ക് അംഗീകാരവും ആദരവും നേടിക്കൊടുക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു. അതായത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അടക്കമുള്ള ചില കാര്യങ്ങൾ മുൻനിർത്തിയുള്ള ഒരു നയപ്രഖ്യാപനം തന്നെയായിരുന്നു രാഷ്ട്രപതി നടത്തിയത് എന്ന് പറഞ്ഞാൽ അതിൽ അങ്ങനെ നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ അതിൽ തെറ്റു പറയാൻ കഴിയില്ല. ആ രീതിയിലുള്ള ചില പോയിന്റുകൾ, കേന്ദ്ര സർക്കാർ നടത്തിയ ചില പ്രവർത്തനങ്ങളൊക്കെ രാഷ്ട്രപതി കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ രാഷ്ട്രപതി മറന്നില്ല. നമുക്കറിയാം, ഈ ഗോത്രവർഗ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ ഏറെ RSS അടക്കമുള്ള സംഘടനകൾ BJPക്കെതിരെ ചെറിയ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമായും കേന്ദ്ര സർക്കാർ പ്രധാനമായും ആവശ്യത്തിലധികം മുൻഗണന ഗോത്രവർഗ വിഭാഗങ്ങൾക്കടക്കം നൽകുന്നുവെന്ന് RSS ഉൾപ്പെടെ ചില ഘട്ടങ്ങളിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ RSSൽ അടക്കം അത്തരം ചില നിരീക്ഷണങ്ങളൊക്കെ വരികയും ചെയ്തിരുന്നു. പക്ഷേ സർക്കാരിൻ്റെ ഒരു ലക്ഷ്യം സാധാരണക്കാരാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം മാത്രമല്ല എന്ന് പറഞ്ഞുറപ്പിക്കാൻ ഈ ഒരു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിലൂടെ കേന്ദ്ര സർക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫിറോസ്. അതെ, അനീഷ് ചെറുവള്ളിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്.